വടക്കേ മലബാറിലെ ഏറ്റവും മികച്ച 10 റെയിൽവേ സ്റ്റേഷനുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. 10-ാമത്തേത് പഴയങ്ങാടി. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് റൂട്ടിൽ 23 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ദിവസവും ഇവിടെ നിന്നും 10ഓളം ട്രെയിനുകളിൽ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റും. പയ്യന്നൂർ താലൂക്കിലാണ് പഴയങ്ങാടി പട്ടണം സ്ഥിതി ചെയ്യുന്നത്. 9-ാമത്തേത് ചെറുവത്തൂർ. കാസർഗോഡ് നിന്നും കണ്ണൂർ റൂട്ടിൽ 40 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ദിവസവും 12ഓളം ട്രെയിനുകളിൽ കാസർഗോഡ് കണ്ണൂർ ഭാഗത്തേക്ക് ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ചെറുവത്തൂർ. ദേശീയപാത 66 ചെറുവത്തൂർ പട്ടണത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. 8-ാമത്തേത് നീലേശ്വരം. കാസർഗോഡ് നിന്നും കണ്ണൂർ റൂട്ടിൽ 35 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ദിവസവും 18ഓളം ട്രെയിനുകളിൽ കാസർഗോഡ് കണ്ണൂർ ഭാഗത്തേക്ക് ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. കാസർഗോഡ് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് നീലേശ്വരം. ദേശീയപാത 66 നീലേശ്വരം പട്ടണത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. 7-ാമത്തേത് കൊയിലാണ്ടി. കോഴിക്കോട് നിന്നും കണ്ണൂർ റൂട്ടിൽ 24 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. 3 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെയുള്ളത്. ദിവസവും 18ഓളം ട്രെയിനുകളിൽ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്ക് ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. കോഴിക്കോട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും കൊയിലാണ്ടി താലൂക്കിൻ്റെ ആസ്ഥാനവുമാണ് കൊയിലാണ്ടി. കോഴിക്കോട് ജില്ലയിലെ തീരദേശ മേഖലയിലാണ് കൊയിലാണ്ടി പട്ടണം സ്ഥിതി ചെയ്യുന്നത്. 6-ാമത്തേത് കാനങ്ങാട്. കാസർഗോഡ് നിന്നും കണ്ണൂർ റൂട്ടിൽ 25 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ദിവസവും 20ഓളം ട്രെയിനുകളിൽ കാസർഗോഡ് കണ്ണൂർ ഭാഗത്തേക്ക് ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് കാനങ്ങാട്. കാസർഗോഡ് ജില്ലയിലെ തീരദേശ മേഖലയിലാണ് കാനങ്ങാട് പട്ടണം സ്ഥിതി ചെയ്യുന്നത്. 5-ാമത്തേത് പയ്യന്നൂർ. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് റൂട്ടിൽ 38 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ദിവസവും 20ഓളം ട്രെയിനുകളിൽ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്ക് ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് പയ്യന്നൂർ. 3 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെയുള്ളത്. കണ്ണൂർ ജില്ലയിലെ തീരദേശ മേഖലയിലാണ് പയ്യന്നൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. 4-ാമത്തേത് വടകര. കോഴിക്കോട് നിന്നും കണ്ണൂർ റൂട്ടിൽ 48 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. 3 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെയുള്ളത്. ദിവസവും 25ഓളം ട്രെയിനുകളിൽ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്ക് ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് വടകര. കോഴിക്കോട് ജില്ലയിലെ തീരദേശ മേഖലയിലാണ് വടകര പട്ടണം സ്ഥിതി ചെയ്യുന്നത്. 3-ാമത്തേത് തലശ്ശേരി. കണ്ണൂരിൽ നിന്നും കോഴിക്കോട് റൂട്ടിൽ 20 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് തലശ്ശേരി. ദിവസവും 25ഓളം ട്രെയിനുകളിൽ കണ്ണൂർ കോഴിക്കോട് ഭാഗത്തേക്ക് ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. കണ്ണൂർ ജില്ലയിലെ തീരദേശ മേഖലയിലാണ് തലശ്ശേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത്. 2-ാമത്തേത് കാസർഗോഡ്.
ചുരുക്കം ചില ദീർഘദൂര ട്രെയിനുകളൊഴിച്ചാൽ ബാക്കി എല്ലാ ട്രെയിനുകൾക്കും സ്റ്റോപ്പുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് കാസർഗോഡ്. ഇവിടെ നിന്നും മംഗലാപുരത്തേക്ക് 50 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. 3 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത്. കാസർഗോഡ് ജില്ലയുടെയും താലൂക്കിൻ്റെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് കാസർഗോഡ്. ഒന്നാമത്തേത് കണ്ണൂർ. കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ളവരും വടക്കേ വയനാട്, കുടക് ഭാഗത്തുള്ളവരും ഈ റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്നു. തുരന്തോ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് മാത്രമേ ഇവിടെ സ്റ്റോപ്പില്ലാണ്ടുള്ളൂ. 3 പ്ലാറ്റ്ഫോമുകളും 1A പ്ലാറ്റ്ഫോമും ഇവിടെയുണ്ട്. യാത്രക്കാർക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു പോകാൻ സബ്വേയും ഇവിടെയുണ്ട്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ.